ഫുഡ് ഉണ്ടാക്കാനും ഫുഡ് മറ്റുള്ളവരെ കൊണ്ട് കഴിപ്പിക്കാനും ഇഷ്ടമുള്ള ഒരാളാണ് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ്, നമ്മുടെ സ്വന്തം നവൻ ചേട്ടൻ. ലൈഫിൽ ഏറ്റവും വലിയൊരു റിഗ്രറ്റ് എന്തായിരുന്നു? റിഗ്രറ്റ് എന്ന് പറയുന്നത് ഡൂയിങ് ദ റൈറ്റ് തിങ് ടു ദ റോങ് പീപ്പിൾ. എനിക്ക് ഒരു ലേഡിയും എന്നെ പറ്റി മോശം പറയില്ല. നമ്മളെന്തുകൊണ്ട് വിശേഷം സുഖമാണ്. എന്നെപ്പറ്റി മോശം പറയുന്നത് ആണുങ്ങളാണ് കൂടുതൽ, പെണ്ണുങ്ങളല്ല. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ക്വാളിറ്റി അല്ലേ മോളെ ഞാൻ കാണിക്കും, ശരിയല്ലേ? ഇപ്പം നേരത്തെ പറഞ്ഞ എൻ്റെ തന്തയല്ലല്ലോ നിൻ്റെ തന്ത, കറക്റ്റല്ലേ? കേരളത്തിലെ മനുഷ്യർ ഭയങ്കര പ്രബുദ്ധരാണെന്ന്, വിദ്യാസമ്പന്നരാണെന്ന്, അല്ലേ? ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഡോഗിന് ഒരു MRI എടുക്കാൻ ഈ വീഡിയോ കണ്ട് എത്ര പ്രബുദ്ധന്മാരുടെ കാല് ഞാൻ പിടിച്ചൊന്ന് വീഴണം. അപ്പോൾ അവർ പറഞ്ഞതെന്ന് പറയാം, നാളെ വേറെ സമുദായത്തിലെ ആൾക്കാർ വരും, ഡോഗിനെ അവിടെ കയറ്റാൻ പറ്റത്തില്ല, അത് പിന്നെ ഞങ്ങളുടെ ബിസിനസ്സിനെ ബാധിക്കും. എന്ത് ഗോഡ്സ് ഓൺ കൺട്രിയാണ്. ഈ ഡോക്ടറെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ ഈ ഡോക്ടർ എടുത്തിട്ട് ഇത് സർവൈവ് ചെയ്തോ പറഞ്ഞാൽ ഇയാളുടെ എനിക്ക് തോന്നുന്നു മിക്കവാറും അവിടെ ചെന്നിട്ടുള്ള മിക്ക ഡോഗും ചത്തിട്ടുണ്ടാവും. അല്ല, പ്രൈവറ്റ് കൊച്ചിയിലെ വൺ ഓഫ് ദ ഫേമസ് ഹോസ്പിറ്റലിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. 8 മണിയായപ്പം ഡോക്ടർ വിളിച്ചിട്ട് വന്ന് പെട്ടെന്നാണ് ഫിറ്റ്സ് പോലെ വന്നു, ഷെഫ് ഓടി വരണമെന്ന്. സ്ട്രേ ഡോഗ്സ് ഒരിക്കലും നമ്മൾ അറ്റാക്ക് ചെയ്യില്ല. ഈ വീട്ടിൽ വളർത്തുന്ന ഡോഗ്സിന് ഈ പറയുന്ന കൊണ്ടുപോയി വഴി കളയുന്ന തെണ്ടികൾ ഒന്ന് ഇവന് പേരിലൊക്കെ ക്രിമിനൽ കേസ് എടുക്കും. എല്ലാവരും കണ്ടൊരു വാർത്തയാണ് ഷെഫ് നളൻ ജയിലിൽ കിടന്നുകൊണ്ടുള്ളത്. എന്തായിരുന്നു ആ ഒരു കഥ? ദുബായ് ലൈഫിലുണ്ടായ മണ്ടത്തരങ്ങളാണ് ആക്ച്വലി. നമസ്കാരം, ഞാൻ സൂര്യ സുജി. ഫൺ വിത്ത് സ്റ്റാർസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമുണ്ട്. നമുക്ക് പ്രിയപ്പെട്ടവർക്ക് ഫുഡ് വിളമ്പി കൊടുക്കുന്നത് കണ്ടിട്ട് അവർ ആസ്വദിച്ച് കഴിക്കുന്ന കാണുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. അങ്ങനെ ഫുഡ് ഉണ്ടാക്കാനും ഫുഡ് മറ്റുള്ളവരെ കൊണ്ട് കഴിപ്പിക്കാനും ഇഷ്ടമുള്ള ഒരാളാണ് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ്, നമ്മുടെ സ്വന്തം നവൻ ചേട്ടൻ. നമസ്കാരം. നിങ്ങൾ കാണുമ്പോൾ തന്നെ ഭയങ്കര പോസിറ്റിവിറ്റിയാണ്. താങ്ക് യു. എങ്ങനെയാണ് ഇങ്ങനെ പോസിറ്റീവായി ഇരിക്കാൻ പറ്റുന്നത്? അത് നമ്മുടെ ചിന്തകളല്ലേ. നമ്മൾ വാട്ട് യു തിങ്ക് ഇസ് വാട്ട് യു ആർ. അപ്പോൾ അത് ബേസിക്കലി വാട്ട് യു ഈറ്റ് ഇസ് വാട്ട് യു ആർ. നല്ല ആഹാരം കഴിച്ചാൽ മതി. ചേട്ടനും മോഹൻലാലൊക്കെ ഒരുപോലെയാണല്ലോ, ഭയങ്കര ഫിലോസഫിക്കൽ തോട്ട്. അല്ല, ഞാൻ ആക്ച്വലി അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ്. ഇപ്പം ഞാൻ ബാബു ചേട്ടൻ്റെ ചായക്കടയിൽ പോയിരുന്ന ചായ കുടിക്കും, അതെനിക്ക് ഹയാത്തിലും ചെക്ക് ഇൻ ചെയ്യും. സോ ഐ ലിവ് ഇൻ ഓൾ പേസ്. ഞാൻ മറ്റൊരാൾ എന്നെപ്പറ്റി എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് ഇറ്റ്സ് നോട്ട് മൈ പ്രോബ്ലം. ലാലേട്ടന് അങ്ങനെ ചായ കുടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ സംശയമാണ്. വല്ല ആഫ്രിക്കയിലും പോകേണ്ടി. പക്ഷേ ചേട്ടനെ എല്ലാവർക്കും അറിയാം, ഒരു സെലിബ്രിറ്റി ആണ്. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഭയങ്കര ഫ്രീ ആയിട്ട് ജീവിക്കാൻ പറ്റുന്നത്? അത് തലയെ കൊണ്ട് നടക്കാതിരുന്നാൽ മതി. ബേസിക്കലി നമ്മളൊരു വ്യക്തിത്വമാണ്. അത് നമ്മുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് എന്താണ്? സ്നേഹം. അത് സത്യസന്ധമായി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. വരേണ്ടതൊക്കെ വന്നു ചേർന്നോളൂ. ഈ വരാനുള്ളത് വഴി തങ്ങില്ല എന്ന് കേട്ടിട്ടില്ലേ? അതാണ് ലൈഫ്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇപ്പം ഒരു എയർ ഇന്ത്യ ആക്സിഡൻ്റ് ആണ്, നമ്മളതിൽ നിന്ന് 3 കാര്യങ്ങളാണ് പഠിച്ചത്. ഒന്ന്, ഇവിടുന്ന് വിറ്റുപറക്കി ഒരു അന്യദേശത്ത് സ്വപ്നം കണ്ട് പോയ കുറേ ആൾക്കാർ ഇന്ത്യയെ കുറ്റം പറഞ്ഞിട്ടുണ്ടാവും, ഇല്ലേ മേച്ചിൽപ്പനങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടാവും, അവരുടെ ഒരവസ്ഥ. പിന്നെ ആ ഫ്ലൈറ്റിന് പാവപ്പെട്ടമാർ ചിലപ്പോൾ തലേന്ന് 10 അടിച്ച് തലയും കുത്തി കിടന്നുറങ്ങിയിട്ട് വണ്ടി മിസ്സായ ആൾക്കാരുണ്ടാവും. ചീത്തയും വിളിച്ചിട്ട് എയർ ഹോസ്റ്റസിനെയും ചീത്തയും വിളിച്ച് തിരിച്ചു പോയമാർ. ഇതൊന്നും അറിയാണ്ട് അതിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഇളകി വീണ കണക്ക് എന്തോ സംഭവിച്ചതെന്ന് അറിയാതെ നടന്നു പോരും. 3 സംഭവിച്ചത് ഒരു ഫ്ലൈറ്റ് യാത്ര അല്ലേ? അപ്പോൾ വരാനുള്ളത് വഴി തങ്ങില്ല. വരാനുള്ളത് വഴി തങ്ങില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ സക്സസ്സും അങ്ങനെ തന്നെ ആയിരുന്നല്ലേ? വരാനുള്ളത് വഴി തങ്ങില്ല. അതെ, കാരണം അങ്ങനെ ആവണം. കാരണം എൻ്റെ ഫസ്റ്റ് ഹാഫ് ഓഫ് ദ ലൈഫ് ഒരു ഡിവസ്റ്റേറ്റഡ് നോട്ടിലാണ് ലാൻഡ് ചെയ്തത് കൊണ്ടാണ്. ഇപ്പം ഞാൻ എൻ്റെ മകനുമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, ഞാൻ എൻ്റെ മകനുമായിട്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് അടിസ്ഥാനപരമായി തോൽവികളുടെയും പരാജയങ്ങളുടെയും അതുപോലെ തന്നെ ചതിക്കപ്പെട്ടതിൻ്റെയും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD എടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് അല്ല, ഉള്ള കാര്യമാണേ. നിങ്ങൾ ഉസൈൻ ബോൾട്ട് 2 മിനിറ്റ് ഓടിയ കഥയെ അറിയാവൂ. ആൾ 20 മണിക്കൂർ പ്രാക്ടീസ് ചെയ്ത കഥ ആർക്കെങ്കിലും അറിയോ? ഇല്ല. അപ്പം നമ്മളുടെ ലൈഫിൽ ഒരു ബണ്ടിൽ ഓഫ് ഫെയിലുവേഴ്സ് ഉള്ളവനാണ് യഥാർത്ഥത്തിൽ സക്സസ്ഫുൾ എന്ന് പറയുന്നത്. കാരണം എന്താ? ഹി ട്രൈഡ്, ഹി ഗോട്ട് ചീറ്റഡ്, ഹി ഗോട്ട് ഫെയിൽഡ്. പിന്നെ ഏറ്റവും വലിയൊരു ബ്യൂട്ടിഫുൾ ഭാഗം എന്ന് പറയുന്നത് ചതി ഒരിക്കലും ശത്രുക്കളിൽ നിന്ന് വരില്ല. ബിട്രയൽ നെവർ കംസ് ഫ്രം ദ എനിമി, അല്ലേ? അപ്പോൾ നമ്മൾ അത് ആണ് ആദ്യത്തെ ഒരു സെഷൻ. നമ്മളെ കൂടിയിരിക്കുന്നവരെ ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ വളർന്നോളും. നമ്മളെന്തിനാ ബാക്കി പുറമേ ഒന്നും അന്വേഷിക്കേണ്ട. ഈ മണ്ടത്തരമാണ് നമ്മൾ
പുറത്ത് നടന്ന ശത്രുക്കളെ അന്വേഷിച്ച് നടക്കുന്നു, ഒന്നുമില്ല. അല്ല. നമ്മളെ കൂടെ ബിട്രയൽ നെവർ കംസ് ഫ്രം ദ എനിമി. നമ്മളെ കൂടെ ഇരിക്കുന്നിടത്ത് പണി വരുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അത് ശ്രദ്ധിക്കാൻ പഠിച്ചു. അതാണ് ഏറ്റവും വലിയ PhD ഗ്രാജുവേഷൻ. എത്ര വർഷം എടുത്തത് പഠിക്കാൻ? അയ്യോ, അത് എൻ്റെ ഫസ്റ്റ് ഒരു ലൈഫ് സ്പാൻ തന്നെ പോയി. ഇപ്പം എനിക്ക് സ്വന്തമായിട്ട് വീടില്ല. ആക്ച്വലി എൻ്റെ വീട് നഷ്ടപ്പെട്ടു പോയി. എനിക്ക് അതൊക്കെ ഈ ചുറ്റുള്ളവരെ വിശ്വസിച്ചിട്ട് കിട്ടിയ അതെ പണിയാണോ? അതെ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനൊരു വലിയ മണ്ടനായിട്ടല്ലേ, ഞാൻ എന്തിനാണ് ഇതൊക്കെ ചെയ്യാൻ പോയത്? നമുക്ക് 2 ശബ്ദങ്ങളാണുള്ളത്. ഒന്ന് നേച്ചേഴ്സ് കോൾ, ഒന്ന് നമ്മുടെ സ്വന്തം ശബ്ദം. അതെ. നമ്മളെ പ്രകൃതിദത്തമായ ഒരു ശബ്ദത്തിനെ കേൾക്കാനുള്ളൊരു നിയോഗവും ഭാഗ്യവും ഒക്കെ നമുക്ക് ഉണ്ടാവണം. അത് കേൾക്കത്തില്ലെന്നേ, നമ്മളങ്ങ് ചിന്തിച്ചു കൂട്ടും നമ്മൾ ദൈവമാവും. ഇപ്പോൾ ഒരാൾ ഒരു പ്രതിസന്ധിയിലായി, അയാൾ നമ്മുടെ അടുത്ത് വന്നിട്ട് പറയുന്നത് ഒന്ന് ഹെൽപ്പ് ചെയ്യണം. നമ്മളൊരു 10,000 രൂപ കൊടുത്ത് പറഞ്ഞു വിടുക, അവനെ എടുത്ത് ജോലിക്ക് വെക്കുക, പിന്നെ അവൻ നമ്മളോട് ഇരുന്നിട്ട് നമ്മളാവാൻ ശ്രമിക്കുക, പിന്നെ നമ്മളാണെന്ന് ചിന്തിക്കുക. എൻ്റെയൊക്കെ ആവശ്യം എന്താണ്? അങ്ങനെയൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ഒരുപാടുണ്ട്. അപ്പോൾ അത് എനിക്ക് വലിയ ഇപ്പം എൻ്റെ അടുത്ത് എൻ്റെ മകൻ ചോദിച്ചൊരു കാര്യം, എന്താണ് ഇങ്ങനെ പല പ്രാവശ്യവും ഇത് തന്നെ സംഭവിക്കുന്നത്? അത് ഒരു പ്രാവശ്യം ചതിക്കപ്പെട്ട കുഴപ്പമില്ല, അത് റിപ്പീറ്റ് ആയിട്ട് അത് വിഷാദര. ഇപ്പോൾ ഒരു പ്രാവശ്യം താങ്കൾ എന്നെ പറ്റിച്ചെന്ന് കരുതാം, ഞാനപ്പോൾ കുറച്ച് കെയർഫുൾ ആവാം. വീണ്ടും ഞാൻ ഈ കുശാഗ്ര ബുദ്ധി ഇല്ലെങ്കിൽ ഈ കൂഷ്മബുദ്ധി എന്നൊക്കെ പറയുമല്ലോ, ഈ ബുദ്ധിയിൽ ഞാനും ചതിക്കപ്പെടുന്ന പറഞ്ഞാൽ ഞാനും അങ്ങനൊരു ചിന്താഗതിയുള്ള ആളായിരിക്കണമല്ലോ. താങ്കൾക്കുള്ള ഒരു റോങ് ചിന്താഗതിയാണല്ലോ എന്നെ പറ്റിക്കണമെന്നുള്ളത്. അപ്പം പറ്റിക്കപ്പെടുക എന്നുള്ളത് ശുദ്ധമായ ചിന്താഗതിക്കാരൻ്റെ അവകാശമല്ലേ. അപ്പം നേരത്തെ പറഞ്ഞ കണക്ക് എൻ്റെ തന്തയല്ലല്ലോ നിൻ്റെ തന്ത, കറക്റ്റല്ലേ? അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ക്വാളിറ്റി അല്ലേ മോളെ ഞാൻ കാണിക്കും, ശരിയല്ലേ? വളരെ സിമ്പിൾ. അപ്പം ബാക്കിയുള്ളവർ അവരച്ഛൻ്റെ ക്വാളിറ്റി കാണിക്കുമ്പോൾ ഞാൻ ചെന്നിട്ട് പറയാൻ പറ്റും, പറ്റത്തില്ലടാ നീ എൻ്റെ തന്തയുടെ ക്വാളിറ്റി കാണിക്കണം. ഞാൻ മരണം വരെയും എൻ്റെ തന്തയുടെ ക്വാളിറ്റി കാണിക്കും. ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾസിലൂടെ ഒക്കെ വന്നൊരു വ്യക്തിയാണ്. ലൈഫിൽ ഏറ്റവും വലിയൊരു റിഗ്രറ്റ് എന്തായിരുന്നു? ഏറ്റവും കൂടുതൽ പൊരുതി വന്നൊരു സിറ്റുവേഷൻ? റിഗ്രറ്റ് എന്ന് പറയുന്നത് ഡൂയിങ് ദ റൈറ്റ് തിങ് ടു ദ റോങ് പീപ്പിൾ. അത്രയേ ഉള്ളൂ റിഗ്രറ്റ്. എല്ലാ മനുഷ്യന്മാരോടാണ് പ്രശ്നങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യന്മാരോടൊന്നുമില്ല, എന്നോടാണ്. ഞാൻ എൻ്റെ മിററിൽ നോക്കിയിട്ട് നിലവിളിക്കാറുണ്ടായിരുന്നു. ഐ ജസ്റ്റ് ക്രൈ ഔട്ട് ലൗഡ്, കണ്ണാടി നോക്കിയിട്ട്, എന്തൊരു പൊട്ടനാണ് നീ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഞാൻ സീരിയസ്ലി പറയാം. ഞാൻ എൻ്റെ തന്നെ കണ്ണാടി നോക്കിയിട്ട് നിനക്ക് ഇനിയും നന്നായിക്കൂടെ ഷൈനെ? ഞാൻ പറഞ്ഞ കാര്യമാണ്. എനിക്കൊരു മടിയില്ല പറയാം, കാരണം വേറെ ആരെയാ കുറ്റം പറയണ്ടേ? ഞാൻ എടുത്ത തീരുമാനങ്ങളാണ്. പക്ഷേ ഒരു ഭാഗത്ത് പൊട്ടനെ ചെട്ടി പറ്റിച്ചാൽ ചെട്ടിയെ ദൈവം പറ്റിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ പറ്റിക്കപ്പെട്ടു എന്ന് ആൾക്കാർ പറയുന്നു. ശരി, അല്ലെങ്കിൽ ഞാനും അനുഭവിച്ചു. ഇന്നെനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞവർക്ക് എനിക്ക് ഒരു നല്ലൊരു വീട് സ്വന്തമാക്കണം. അത് വലിയ ആഡംബരമൊന്നുമല്ല, കിടന്നുറങ്ങിയ സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റണം ഒന്നത്. രണ്ടാമത്തെന്ന് പറയുന്നത് നമ്മളെ മകന്, എൻ്റെ മകന് എൻ്റെ സമ്പാദ്യം എന്താണ്? ഞാനൊരു 1 കോടി രൂപയോ അല്ലെങ്കിൽ ഒരു ഫെറാറി കാറോ ഒന്നും അല്ലല്ലോ. അവൻ ഗൂഗിളിൽ അന്വേഷിച്ച് ചിലപ്പോൾ അവൻ്റെ പേരക്കുട്ടികളൊക്കെ നാളെ ഗൂഗിളിൽ അടിച്ചു നോക്കും, ഹൂ ഈസ് ഷെഫ് നളൻ. ഒരു സംഭവമായിരുന്നു അല്ലേ? അതിലെ ലെഗസി അല്ലേ? അപ്പം നമ്മൾ ലെഗസിയിലേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ചില ആൾക്കാർ ചിന്തിക്കാറുണ്ട് മണി ആണെല്ലാം, പൈസ നിർബന്ധമാണ്, പൈസയൊക്കെ വേണം. ബട്ട് മണി വിൽ മേക്ക് യു റിച്ച് അല്ലേ? ബ്ലഡ് മേക്സ് യു റോയൽ, ശരിയല്ലേ? സോ ഇറ്റ്സ് എൻഡ് ഓഫ് ദ ഡേ, ഡു യു വോണ്ട് ടു ബി റോയൽ ഓർ റിച്ച്? എന്നെ സംബന്ധിച്ചോളം ബോൺ ഫോർ എ ക്വീൻ. സോ ഞാൻ ആരായിരിക്കും? സിമ്പിൾ അല്ലേ? ഗീതയമ്മയുടെ മോനാണ്, അതെന്നും മരണം വരെ അല്ലേ? ഇപ്പോൾ അമ്മമാരായാലും എനിക്ക് 2.5 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട്. 80% കൂടുതലും ലേഡീസാണ്. എനിക്ക് ഒരു ലേഡിയും എന്നെപ്പറ്റി മോശം പറയില്ല. നമ്മളെന്തുകൊണ്ട് വിശേഷം, സുഖമാണോ? എന്നെപ്പറ്റി മോശം പറയുന്നത് ആണുങ്ങളാണ് കൂടുതൽ, പെണ്ണുങ്ങളല്ല. എന്നെപ്പറ്റി അപരാധങ്ങൾ എനിക്കറിയില്ലെന്നേ. എനിക്കറിയില്ല. എന്നെ കൂടുതലും മോള് തന്നെ എൻ്റെ ഇതിന് താഴത്തെ മെസ്സേജസ് വരുമ്പോൾ നോക്കിയാൽ എന്നെ കൂടുതലും തെറി വിളിക്കുന്നത്. ഇനിയിപ്പോൾ പെണ്ണുങ്ങളെ പേരിൽ അക്കൗണ്ട് തുടങ്ങിയിട്ട് ചിലപ്പോൾ വിളിക്കുമെന്ന് വരും ഇത് കഴിഞ്ഞിട്ട്. കാരണം എന്ത് ചെയ്യാനാ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെ വിചാരം ഞാൻ മോളെ നീ ഉറങ്ങിയോ, നീ ഇന്ന് ഏത് കളറ് പാവാട ഇട്ടേക്കുന്ന, ഇതൊക്കെ ചോദിക്കുന്നതായിരിക്കും എന്നെ. സി വി ഡോണ്ട് ഹാവ് ടൈം ഫോർ ഓൾ ദിസ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ വൺ ഓഫ് ദ ഗവർണറുടെ അവാർഡ് വാങ്ങിച്ചാണ് 2024. ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ അടുത്ത് നമ്മളുടെ കേരളീയൻ കളിനറിയെ ഷോ കേസ് ചെയ്യണം, അതിൻ്റെ ഒരു എലഗൻസ് ഉണ്ടാവണം. നമ്മളെ ലൈഫിൽ എലി വരും, പൂച്ച വരും, പട്ടി വരും, പഴുതാര വരും. സോ വാട്ട്? തല്ലിക്കൊള്ളുന്നവനെ തല്ലിക്കൊല്ലുക, വളർത്തേണ്ടവനെ വളർത്തുക, കളയേണ്ടവനെ കളയുക, പൊയ്ക്കൊണ്ടേ ഇരിക്കുക.
എനിക്കൊരു ബുക്ക് തരണം കേട്ടോ എഴുതിയിട്ട്. അല്ല ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ, ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് ചേട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചേട്ടനെ കുറിച്ച് എല്ലാവരും ഒരു ചിരിക്കുന്ന ഫേസ് ആണ് അറിയാം മൊത്തത്തിൽ അല്ലെ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ നോക്കിയാലും ചേട്ടനെ പരിചയപ്പെടുന്ന എല്ലാവർക്കും ചേട്ടൻ്റെ അടുത്ത് ഒരു 5 മിനിറ്റ് സംസാരിച്ചപ്പോൾ പോലും ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ്. പക്ഷേ ഇപ്പം ഇരിക്കുന്ന ഒരു പൊസിഷനിലെത്താൻ ഒരുപാട് സ്ട്രഗിൾസ് അനുഭവിച്ചിട്ടുണ്ട്. നമുക്ക് ചുറ്റുമുള്ള അടുത്തുള്ള ആളുകൾക്ക് അറിയാം, പക്ഷെ ഒരുപാട് പേർക്ക് അറിയില്ല എത്രത്തോളം സ്ട്രഗിളിലൂടെയാണ് കടന്നുപോയത്. അത് നമുക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. അത് സ്ട്രഗിൾ എന്ന് പറയുന്നത് ഓരോ സിറ്റുവേഷനിൽ ചെന്ന് പെടുന്നതാണ്. കാരണം ദൈവം എന്നെ ദൈവം വായിൽ സ്വർണ്ണക്കരണ്ടിയായിട്ട് ജനിപ്പിച്ചു കൊടുത്തതാണ്. ഞാൻ ജനിച്ചത് അബുദാബി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഓഫീസറിൻ്റെ മകനായിട്ടാണ്. എൻ്റെ അച്ഛൻ്റെ 1977 ഞാൻ ജനിച്ചപ്പോഴുള്ള ശമ്പളം നാട്ടിൽ 50,000 രൂപയാണ്. മോള് ചുമ്മാ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. പിന്നെ ഞാൻ വണ്ടിയും വിളിച്ച് വള്ളവും വിളിച്ച് ഉള്ള ഏണിയും വിളിച്ച് നടന്നതാണ് പ്രശ്നമായത്. എനിക്കതിനകത്ത് ഇപ്പം റിഗ്രറ്റ്സ് ഒന്നുമില്ല. പക്ഷേ എൻ്റെ ഒരു പ്രയാസം എന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരായിട്ട് ഇപ്പം എൻ്റെ അമ്മ മരിച്ചുപോയി, എൻ്റെ അച്ഛൻ മരിച്ചുപോയി. അപ്പം എൻ്റെ ഈ ജേണിയിൽ ഞാൻ ആഗ്രഹിച്ചത് അവരുണ്ടാവണം. പിന്നെ റീസെൻ്റ്ലി ഇപ്പോൾ കഴിഞ്ഞ ഓണമായിട്ടുള്ള ഒരു വിഷയം എന്ന് പറയുന്നത്, കഴിഞ്ഞ ഓണം കഴിയുന്നതോടുകൂടിയാണ് എൻ്റെ ഡോഗ് മരിച്ചു പോകുന്നത്. അപ്പോൾ സിംബ എന്നാണ് പേര്. അപ്പോൾ അതുമായിട്ടുള്ള കഥ ബേസിക്കലി ഞാനെങ്ങും പറഞ്ഞിട്ടില്ല. ഞാനൊരു പെറ്റ് ലവർ അല്ല, നമ്പർ 1. പലരും എൻ്റെ ക്രൂവിലുള്ള മെമ്പേഴ്സും എല്ലാം പറഞ്ഞ് ഷെഫ് ഒരു ഇൻ്റർവ്യൂ കൊടുക്കണം. കാരണം കേരളത്തിലെ മനുഷ്യർ ഭയങ്കര പ്രബുദ്ധരാണെന്നും വിദ്യാസമ്പന്നരാണെന്നും അല്ലേ, ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞു. മോളെ എൻ്റെ ഡോഗിന് ഒരു MRI എടുക്കാൻ ഈ വീഡിയോ കണ്ട എത്ര പ്രബുദ്ധന്മാരുടെ കാല് ഞാൻ പിടിച്ചെന്ന് ചോദിക്കണം. ഹോസ്പിറ്റൽസ് പോയിട്ട് MRI എടുക്കാൻ. കാരണം അവൻ നിന്ന നിലയിൽ അങ്ങ് വീഴുക. എന്നിട്ട് അവന് ഒന്നെങ്കിൽ MRI എടുക്കണം, ഇല്ലെങ്കിൽ CT സ്കാൻ ചെയ്യണം. അപ്പോൾ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുത്തെ മേജർ ഹോസ്പിറ്റൽസിലെ ഓണേഴ്സിനെയൊക്കെ എനിക്കറിയാം, എല്ലാവരും മാനേജേഴ്സിനറിയാം. ഞാൻ രാത്രി നിന്നിട്ട് വിളിക്കുക, സാറേ ഞാൻ കാല് പിടിക്കും എൻ്റെ ചെറുക്കനെ. അപ്പോൾ അവർ പറഞ്ഞതെന്താ പറയുക, നാളെ വേറെ സമുദായത്തിലെ ആൾക്കാർ വരും, ഡോഗിനെ അവിടെ കയറ്റാൻ പറ്റത്തില്ല, അത് പിന്നെ ഞങ്ങളെ ബിസിനസ്സിനെ ബാധിക്കും. എന്ത് ഗോഡ്സ് ഓൺ കൺട്രിയാണ്. ആ ഡോഗിനെയും കൊണ്ട് രാത്രിക്ക് രാത്രി ഞാൻ 25,000 രൂപ ടാക്സിക്ക് കൊടുത്ത് അവനെ ഞാൻ ഇവിടുന്ന് ബാംഗ്ലൂർ കൊണ്ടുപോയി, ട്രിപ്പൊക്കെ ഇട്ട്. എനിക്കന്നൊന്നും അറിയത്തില്ലായിരുന്നു. സെസ്ന എന്ന് പറയുന്ന ഹോസ്പിറ്റലാണ് കൊണ്ടുപോയത്. അവിടെ കൊണ്ടുചെന്ന് ഒരു 15 മിനിറ്റ് കൊണ്ട് ആ ഡോക്ടേഴ്സ് അവൻ്റെ അസുഖത്തിന് ഐഡൻറ്റിഫൈ ചെയ്ത് ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. ഏകദേശം 24 ഹവേഴ്സിനകത്ത് അവൻ റിക്കവർ ചെയ്യാൻ തുടങ്ങി, ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അപ്പോൾ പാരാലിസിസ് ആയിപ്പോയി. ഞാൻ നിന്ന വേഷത്തിലാണ് ഇവിടെ നിന്ന് പോയത്. അവിടെ അങ്ങനെ കൊണ്ടുപോയി അവനെ കാണാൻ ഒരു 2-3 ഹവേഴ്സേ തരൂ. ഒരു മെഡിക്കൽ കോളേജ് ഹൈടെക് ഹോസ്പിറ്റൽ പോലെ. അപ്പോൾ ഡോക്ടർ പവൻ പുള്ളി ഞാൻ ഈ കറുത്ത മുണ്ടുമൊക്കെ കൊടുത്ത് ഷർട്ട് കൊണ്ട് അവിടെ തന്നെ കിടക്കുന്ന കണ്ടിട്ട്, കാരണം ഞാൻ റൂമൊന്നും എടുത്തില്ല, ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. കാരണം ഞാൻ ആ സമയത്ത് ഭയങ്കരമായിട്ട് അങ്ങ് ബ്രേക്ക് ഡൗൺ ആയി. കാരണം ഓണത്തിനുള്ള സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്ത് റെൻ്റൊക്കെ കൊടുത്ത്, അപ്പോൾ നമ്മൾ ഡ്രൈ ചെയ്യാം, നമുക്ക് ഞാൻ റൊട്ടേഷൻ ആണല്ലോ. ഞാനവിടെ സ്റ്റക്കായി നിൽക്കുക. അപ്പോൾ ഈ ഡോക്ടർ എന്നെ വന്ന് കണ്ടു. ഞാൻ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു യു ആർ എ സെലിബ്രിറ്റി. ഞാൻ പറഞ്ഞു, ഡോക്ടർ ഞാനൊരു സാധാരണക്കാരനാണ്. ഒരു ഡോഗിനെ അവിടെ ഒരു ദിവസം ട്രീറ്റ് ചെയ്യാൻ 20,000 രൂപ 25,000 രൂപ ഒരു ദിവസം. എനിക്ക് ഏകദേശം 3 ലക്ഷം രൂപയോളം അവൻ്റെ ബില്ലായി. അപ്പോൾ 2 ലക്ഷം രൂപ കഴിഞ്ഞപ്പോൾ ഞാൻ ചെന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ ഞാൻ ഇത്രയൊന്നും ഫണ്ടുള്ള ആളല്ല, പക്ഷേ ഡോക്ടർ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ ആണെങ്കിലും ഫണ്ട് അടച്ചോളാം. അങ്ങനെ അവനെ ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്ത് ഓൾമോസ്റ്റ് അവൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങി, വാലാട്ടാൻ തുടങ്ങി. അങ്ങനെ അവിടെ വെച്ചിട്ട് കേരളത്തിലുള്ള ഒരു ഹോസ്പിറ്റലിനെ ബേസ് ചെയ്തിട്ട്, ഒരു ഡോക്ടറെ ബേസ് ചെയ്തിട്ട്, നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുപോയിക്കൂടായിരുന്നോ, അയാൾ ഭയങ്കര സംഭവമാണ്. ഞാൻ ആ ഡോക്ടറുടെ പേരും ഒന്നും അവിടെ പറയുന്നില്ല, കാരണം ഞാൻ പറയണം ആക്ച്വലി. അങ്ങനെ ഇവൻ ഏകദേശം ഇത്രയും കാശും പോയി. അപ്പം എനിക്ക് അവനെ തിരിച്ചു കിട്ടി. അപ്പം പിന്നെ ട്രീറ്റ് ചെയ്യാനായിട്ടുള്ള ഫണ്ടില്ല എൻ്റെ കയ്യിൽ. ഞാനെന്തോ അവനെ പൊക്കി എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ച് ഒരു കാർ അറേഞ്ച് ചെയ്ത് ഞാൻ അവനെ കാറിൽ തിരിച്ച് കൊണ്ടുവന്നു. വഴിയിലൊക്കെ ഇങ്ങനെ പിടിച്ച്, നല്ല വെയിറ്റ് ആള്. അപ്പോൾ തിരിച്ച് ഞാൻ എത്തിച്ച് ഈ ഹോസ്പിറ്റലിൽ, കേരളത്തിലെ ഈ ഹോസ്പിറ്റലിൽ, ഈ ഡോക്ടറുടെ തൊട്ട് ഈ ഹോസ്പിറ്റലിലോട്ട് കയറി ചെന്ന ഉടനെ ഞാൻ ഇവന് ഇഷ്ടപ്പെട്ടില്ല. ഇവൻ അവിടെ കിടന്ന് മാക്സിമം ഞാൻ അവനെ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ട്, ഞാൻ പറഞ്ഞു ബാംഗ്ലൂരിൽ നിന്ന് വരില്ലേ, 10 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് വരിക. അപ്പം അവിടെ കൊണ്ട് അഡ്മിറ്റ് ചെയ്തിട്ട് ഞാനങ്ങ് പോയി. ഞാൻ കൊച്ചിയിലുള്ള എൻ്റെ മകൻ്റെ അടുത്ത് ചെന്ന്
ഇരിക്കുന്ന സമയം ഡോക്ടർ വിളിച്ചിട്ടാണ് നിങ്ങളും ഡോഗും ഭയങ്കര ബോണ്ടാണ്, അതാണ് ഇവ ഇവിടെ കിടന്ന് ഭയങ്കര ബഹളം, ഇവനെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, സിംബ നീ മൂത്രം ഒഴിക്കാൻ നിന്നെ കൊണ്ടുപോകാം, കാരണം എനിക്ക് ഈ ഞെക്കി മൂത്രം ഒഴിപ്പിക്കാനൊന്നും അപ്പം അറിയത്തില്ല. ഇവനെ ഞാൻ പുറത്ത് കൊണ്ട് നിർത്തി വന്ന് മൂത്രം ഒഴിച്ച് ഞാനിവനെ വാനിനകത്ത് കയറ്റി ഞങ്ങൾ 4 മണിക്കാറ്റി കൊണ്ടുവന്നു. എൻ്റെ മകൻ വന്ന് നോക്കാൻ, അവൻ AC റൂം എല്ലാം റെഡി, കാരണം ഫുൾ 2-3 ലക്ഷം രൂപ ചിലവാക്കിയിട്ട് വന്നിരിക്കുന്നതാണല്ലോ, നമ്മൾ പൊന്നോര് നോക്കിക്കൊണ്ടിരിക്കുക. ഇവനുള്ള ട്രീറ്റ്മെൻറ്റിനുള്ള സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്തു. കാരണം ഇപ്പം ഇവൻ പിറ്റേ ദിവസം ഓടി. അപ്പോൾ ഭയങ്കരമായിട്ട് പിക്ക് ചെയ്ത്, കാരണം എൻ്റെ കുറച്ച് സ്റ്റാഫുകളുടെ വോയിസ് കേൾപ്പിച്ചിട്ടൊക്കെയാണ് ഇവനെ ഞാൻ ന്യൂറോ ഡെവലപ്പ് ചെയ്തെടുത്തത്. ഇവരെയൊക്കെ കണ്ടപ്പോൾ ഇവനങ്ങ് എക്സൈറ്റഡായി വേണിയിക്കാൻ തുടങ്ങി. അപ്പോൾ ഡോക്ടറിനെല്ലാം ഇവൻ ഭയങ്കര അതിശയമായി. അപ്പം ഞാനില്ല പ്രതിസന്ധികളെല്ലാം കഴിഞ്ഞിട്ട് ഇനി കടം വാങ്ങിച്ചതും പണയം വെച്ചതൊക്കെ തിരിച്ചെടുക്കണമല്ലോ. ഞാൻ അന്ന് എനിക്ക് ഒരു ന്യൂസ് മീഡിയയുടെ ഷൂട്ടുണ്ടായിരുന്നു, ഒരു ഞായറാഴ്ചയാണ്. ഇവൻ പതുക്കെ കിടന്നു. പിന്നെ അപ്പോൾ ഞായറാഴ്ച ഷൂട്ടിന് നിന്നപ്പോൾ മോൻ വിളിച്ചിട്ട് പറഞ്ഞ് അച്ഛാ സിംബ എണീക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഈ ഹോസ്പിറ്റൽ, കാരണം ഇതിനു മുമ്പ് ഞാൻ പെട്രസ്റ്റ് എന്ന് പറയുന്ന ഹോസ്പിറ്റലാണ് കൊണ്ടുപോയത്. അത് അവർ അറിയത്തില്ലെങ്കിൽ അറിയത്തില്ല എന്ന് പറയും. ആ ഡോക്ടർ തന്നെ ഭയങ്കര ഫേവറബിളാണ്. പുള്ളി പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല, ഷെഫ് ഒരു CT ഒരു MRI എടുത്താൽ നമുക്കത് അറിയാൻ പറ്റും. കേരളത്തിൽ ഡോഗ്സിന് ഒരു MRI ഇല്ല. ഒന്ന് ആലോചിച്ചോളൂ, ഭയങ്കര വെറ്റിനറിയും കേരള സർക്കാരും ഒക്കെ പലതും പറയുന്നുണ്ട്. നമ്മളെ ഇത്രയും അല്ലേ, നമുക്കൊരു മകനെ പോലല്ലേ. അങ്ങനെ ഞാൻ അവനെ അവിടെ കൊണ്ടുപോയി MRI ഒക്കെ ചെയ്ത് അവൻ്റെ അസുഖം കണ്ടുപിടിച്ച് ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞ് കൊണ്ടുവന്നതാണേ. ഈ ഡോക്ടറെ അടുത്ത് കൊണ്ടുവന്നപ്പം ഈ ഡോക്ടർ എടുത്തിട്ട് ഇത് സർവൈവ് ചെയ്തോ എന്ന് പറഞ്ഞാൽ ഇയാളുടെ എനിക്ക് തോന്നുന്നു മിക്കവാറും അവിടെ ചെന്നിട്ടുള്ള മിക്ക ഡോഗും ചത്തിട്ടുണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞ ഡോക്ടറെ ഇതിങ്ങനാണ്, എൻ്റെ മകനെ പോലാണ് ഡോക്ടർ. ഗവൺമെന്റ് ഹോസ്പിറ്റലായിരുന്നു? അല്ല, പ്രൈവറ്റ്. കൊച്ചിയിലെ വൺ ഓഫ് ദ ഫേമസ് ഹോസ്പിറ്റലിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ പല ആൾക്കാരും റെക്കമെൻഡ് ചെയ്തത്. അങ്ങനെ ഞാൻ ഡോക്ടർ പവനെ വിളിച്ച്, ഡോക്ടർ പവൻ പറഞ്ഞു കുഴപ്പമില്ല, പ്രിലിമിനറി ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഡോക്ടർ പവൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മുഖ്യമന്ത്രി വരെ സംസാരിക്കുന്ന ഡോക്ടറാണ്. ഡോക്ടർ സെസ്നയുടെ ഓണറാണ്. വണ്ടർഫുൾ ഹ്യൂമൻ ബീങ് കേട്ടോ. അങ്ങനെ ഇവനെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ഷൂട്ട് കഴിഞ്ഞ് മോൻ അവിടെ ഉണ്ട്. ഷൂട്ട് കഴിഞ്ഞപ്പോൾ ഇവന് മാസ്കൊക്കെ വെച്ച് ഞാൻ തിരിച്ചെത്തിയപ്പോഴത്തേക്ക് ഇയാൾ കിടപ്പായി. ഇയാൾ വീണ്ടും പഴയ സിറ്റുവേഷനിലായി. ഈ അറിവിനേക്കാൾ വലുതാണ് അറിവില്ലായ്മ. കാരണം എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയാതിരുന്നതുകൊണ്ട് ഞാൻ ഇവനെ എടുത്തിട്ട് ആ സ്പോട്ടിൽ രാത്രി ഇവിടുന്ന് പോയി. കുറേ പഠിച്ചു കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചു ഇവനെ കുറച്ചും കൂടെ ഒന്ന് ട്രീറ്റ് ചെയ്ത് നോക്കാമല്ലോ. അങ്ങനെ ഞാൻ വരുമ്പം അവിടെ ഒരു ഡോക്ടർ നിൽക്കുകയാണ് നൈറ്റ് ഡ്യൂട്ടിക്ക്, ഒരു ഫ്രഷർ, എന്തോ ഇൻറ്റേൺഷിപ്പോ, ഒരു ബംഗാളി നിന്നിട്ട് അവിടെ ഇവനെ തുടയ്ക്കുന്നു ന്യൂസ് പേപ്പർ വെച്ചിട്ട്. ഞാൻ നോക്കി ഭയങ്കര മൂത്രമാണ് എൻ്റെ ഡോഗിന്. ഞാൻ ചോദിച്ചപ്പം അവിടെ ഫെല്ലോ ഡോക്ടേഴ്സ് പറയുക അത് മെഡിസിൻ്റെ ആണ്. ഒരു 3-4 വയസ്സ് വരെ ഞാൻ ഇവനെ വളർത്തിയതാണ്, എൻ്റെ കൂടെ തന്നെ വളർന്നതും എല്ലാം. അപ്പോൾ ഞാൻ പറഞ്ഞ് ഇവനെ ടവല് വാങ്ങിക്കാം, പൈസ തരാം, നിങ്ങൾ ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും വെച്ചോ തുടയ്ക്കും. അപ്പോൾ ഇവർ എന്തോ ടവല് കൊണ്ടുവന്നിട്ട് തുടച്ച്. എനിക്കാണെങ്കിൽ മനസ്സ് ഭയങ്കര വെപ്രാളം. അപ്പോൾ ഞാൻ ഡോക്ടർ പോകാൻ പറഞ്ഞു ഇവന് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ട്രാൻസ്ഫ്യൂഷൻ ചെയ്തപ്പം ഇവിടുത്തെ ഏറ്റവും വലിയ പെറ്റ്സ് ആൻഡ് പോസ് അല്ല റോംസ് ആൻഡ് റാക്സിൻ്റെ ഓണറുടെ ഡോഗ് വന്ന് അവന് ബ്ലഡ് കൊടുത്തു. ഒരു കിടലൻ മനുഷ്യനായ അയാൾ വന്ന് എന്നെ ഹെൽപ്പ് ചെയ്ത് അവന് ബ്ലഡ് കൊടുത്തു. 3000 രൂപ ഇഞ്ചക്ഷൻ എടുക്കണമെന്ന്. ഇഞ്ചക്ഷൻ എടുത്ത് ഇതെല്ലാം പവൻ ഡോക്ടർ അവിടെ നിന്ന് അഡ്വൈസ് ചെയ്യുക. ഇദ്ദേഹം അങ്ങ് കൈ ഒഴിഞ്ഞിരിക്കുക. ഇദ്ദേഹം കേരളത്തിലെ വലിയൊരു ഡോക്ടറാണെന്നും പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ ചെന്ന് നിൽക്കുന്നത്. എന്നിട്ട് ഞാൻ അവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവനെ കുളിപ്പിക്കുന്നുമില്ല, തുടയ്ക്കുന്നില്ല, ഒരു അറ്റൻഷനും ഇല്ല. ഞാൻ എന്ത് ചെയ്ത് അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഡോക്ടറെ ഇവനെ ഒന്ന് അഡ്മിറ്റ് ചെയ്യണം, ഞാൻ എങ്ങനെയെങ്കിലും ഇവനെ ഇവിടെ നിന്ന് എയർലിഫ്റ്റ് ചെയ്ത് അങ്ങ് ബാംഗ്ലൂർ കൊണ്ടുപോകാമെന്നായി. അങ്ങനെ ഞാനങ്ങ് വീട്ടിൽ പോയി. ഒരു മനസ്സമാധാനമില്ല, കാല് നീര് വയ്ക്കാൻ തുടങ്ങി. എൻ്റെ കാല് ഒടിഞ്ഞിട്ടുണ്ട്. അവിടെ ചെന്നപ്പോഴത്തേക്ക് എൻ്റെ കൂടെയുള്ള ടീം പറഞ്ഞ് നമുക്കൊന്ന് പോയി കാണാം, മനസ്സങ്ങോട്ട് നന്നായി വരുന്നില്ല. അങ്ങനെ ഇവിടുന്ന് 2 മണിക്കൂർ കോട്ടയത്തിന് പോയാൽ ഞാൻ തിരിച്ച് 2 മണിക്കൂർ വണ്ടി ഓടിച്ച് വന്ന് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എനിക്കൊരു സമാധാനമാണ്. അപ്പോൾ ഇവൻ്റെ 108 ടെമ്പറേച്ചറായി. ശ്രദ്ധിച്ചു കേട്ടോ. ഡോക്ടർ പവൻ പറഞ്ഞ് ഐസ് ബാത്ത് കൊടുക്കാൻ പറഞ്ഞു. ഞാനാണ് ഐസ് വാട്ടർ കൊണ്ട് വാങ്ങിച്ചോളന്ന് ബാത്ത് കൊടുത്തത്. ഇവിടുത്തെ ഹോസ്പിറ്റലാണ്, മെഡിക്കൽ അഡ്മിറ്റ് ചെയ്യുന്ന വൺ ഓഫ് ദ പ്രീമിയം ഹോസ്പിറ്റലാണ്. എന്നാൽ ഞാൻ എൻ്റെ കറുത്ത മുണ്ടൂരി ഞാൻ അവിടെ വിരിച്ച് ഇവനെ തുടച്ച് ഞാൻ രാത്രി വീട്ടിൽ പോയി മോൻ്റെ അടുത്തുനിന്ന് ഒരു പില്ലോയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇവനെ കംപ്ലീറ്റ് ആക്കി ഇവൻ്റെ ടെമ്പറേച്ചർ ഡൗൺ ആക്കി. എന്നിട്ട് ഞാൻ ഈ ചിപ്സ് ആൻഡ് ഏവിയേഷനിൽ എൻ്റെ സുഹൃത്തുണ്ട് ഹരി എന്ന് പറഞ്ഞു,
ഞാൻ പറഞ്ഞ ഹരി 2 ലക്ഷം രൂപ വന്നാണ് നീ പറഞ്ഞ എയർ ലിഫ്റ്റ് ചെയ്യാൻ. നീക്ക് എത്രയോ സേവനങ്ങൾ ചെയ്യുന്നത്, അതല്ലെങ്കിലും ഞാൻ തരാം, ഇച്ചിരി സമയം തന്നാൽ. ഹരി പറഞ്ഞു ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ വെളുപ്പാങ്കാലത്തൊരു 4 മണി വരെ ഞാൻ ആ ഹോസ്പിറ്റലുണ്ടായിരുന്നു. കുഴപ്പമില്ല, ബ്രീത് ചെയ്യുന്നുണ്ട്. ഡോക്ടർ പാവം പറഞ്ഞ് ഒന്നെങ്കിൽ എയർ ലിഫ്റ്റ് ചെയ്യും ഷെഫ്, ഇല്ലെങ്കിൽ ആംബുലൻസിൽ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ച് കൊണ്ടുപോകണം. അപ്പോൾ ഇവൻ ഞാനെടുത്ത് നേരെയൊക്കെ കിടത്തി, കാലൊട്ടും വയ്യ എനിക്ക്. ഞാൻ പറഞ്ഞാ നീ ഷെഫ് നമ്മുടെ ഡോഗാ, നീ ഗിവ് അപ്പ് ചെയ്യരുത്. അങ്ങനെ ഞാൻ തിരിച്ച് കോട്ടയത്തെത്തി. രാവിലെ 7 മണിയായപ്പം ഹരിയുടെ കോള് കിടക്കുന്നു. ഹരി വിളിച്ച് പറഞ്ഞ ഹെലികോപ്റ്റർ റെഡിയായി, ഒരു ക്രാഡിൽ അറേഞ്ച് ചെയ്യും, മാസ്ക് വെച്ച് ലിഫ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ മോനെ വിളിച്ച്, അത് ചാലക്കുടിയിലാണ് ഹെലികോപ്റ്റർ വരുന്നത്, അച്ഛൻ എത്താൻ ലേറ്റാവും, നീ അവനവിടെ നിന്ന് കയറ്റും, ഞാൻ ഇവിടുന്ന് ഫ്ലൈറ്റിലേക്ക് എത്താം. 8 മണിയായപ്പം ഡോക്ടർ വിളിച്ചിട്ട് വന്ന്, പെട്ടെന്ന് അവന് ഫിറ്റ്സ് പോലെ വന്നു, ഷെഫ് ഓടി വരണമെന്ന് പറഞ്ഞു. ഞാൻ മോനെ വിളിച്ചോണ്ടാ, നീ അങ്ങോട്ട് ചെല്ല്. അച്ഛത്തി പോകും. പകുതി വഴി എത്തിയപ്പം മോൻ്റെ ഫോൺ വന്നു. സിംബ ലൈഫിൽ വന്നത് സെപ്റ്റംബർ 27 ആണെങ്കിൽ കറക്റ്റ് 5 കൊല്ലം സെപ്റ്റംബർ 27 സിംബ പോയി. എൻ്റെ കൂടെ ജീവിക്കാൻ വന്നാണൊക്കെ. ചേട്ടനോട് വളരെ സന്തോഷമായിട്ടായിരിക്കും ജീവിച്ചിട്ടുണ്ടാവുക, അത് ഉറപ്പല്ലേ? നമുക്ക് പലർക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റും, എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല, പക്ഷെ പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. നമ്മൾ ഹ്യൂമൻസ് ഇപ്പോൾ വല്ലാണ്ട് പെറ്റ്സിൻ്റെ അടുത്ത് അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു ജനറേഷൻ. അതെ, നമ്മൾ അഡ്വാൻസ്ഡ് ആയെന്ന് പറയുന്നത് എപ്പോഴാണ്? നമുക്ക് നല്ല റോഡുകളുണ്ടാവും അല്ലേ? നമ്മൾ അഡ്വാൻസ്ഡ് ആയെന്ന് പറയുന്നത് മോളുടെ മുത്തശ്ശി 100 വയസ്സ് വരെ ജീവിച്ചെങ്കിൽ മോള് 150 വയസ്സ് വരെ ജീവിക്കണം അല്ലേ? അപ്പോഴാണ് നമ്മൾ അഡ്വാൻസ്ഡ് ആയത്. മോളെ മുത്തശ്ശി 100 വയസ്സ് വരെ ജീവിച്ചിട്ട് മോള് 50 വയസ്സ് വരെ ജീവിച്ചിട്ടുള്ളെങ്കിൽ എവിടെ അഡ്വാൻസ്ഡ് ആയത്? അല്ലേ? മെഡിക്കൽ ഹെൽപ്പ് അതല്ലേ. ഇവിടെ വെറ്റിനറി ഉണ്ട്, പെറ്റ് ലവേഴ്സ് ഉണ്ട്, എൻവയൺമെൻറ്റ് ഡേ ഉണ്ട്, നേച്ചേഴ്സ് ഡേ ഉണ്ട്. ഞാൻ മോളുടെ അടുത്തൊരു സംശയം ചോദിക്കട്ടെ, ഈ എൻവയൺമെൻറ്റ് ഡേ, നേച്ചർ ഡേ എന്നൊക്കെ പറയുന്നത് ബേസിക്കലി ഏറ്റവും വലിയ പൊട്ടത്തരമല്ലേ? ഈ നേച്ചറിൻ്റെ ഏറ്റവും വലിയ ശാപമാണ് നമ്മൾ എന്നില്ല അന്ന് ഈ നേച്ചർ പുഷ്ടിപ്പെട്ട് ഡെവലപ്പായി പോവും. ആണോ? നമുക്കാണ് നേച്ചറിനെ വേണ്ടത്. നമ്മൾ നന്നാവുന്ന ദിവസങ്ങളാണ് ഓരോ ദിവസവും ഉണ്ടാവേണ്ടത്. ഈ പ്രകൃതിക്ക് നമ്മളെ കൊണ്ടാണ് ഗുണം ഉണ്ടാവുന്നത്. ഇപ്പോൾ പലരും ഒരു കൊച്ചിനെ പട്ടി അടിച്ചു കൊന്നു, ഇല്ലെങ്കിൽ വഴിയെ പോയ വീട്ടമ്മയെ പട്ടി അടിച്ചു. നമുക്കറിയാം സ്ട്രേ ഡോഗ്സ് ഒരിക്കലും നമ്മൾ അറ്റാക്ക് ചെയ്യില്ല. സ്ട്രേ ഡോഗ്സ് ഭയങ്കര ഇൻസെക്യൂറാണ്. അവരിങ്ങനെ കാണിച്ചാൽ അവർ ഓടും, അവർക്ക് അറിയാം, ഭയങ്കര ഇൻസെക്യൂറാണ്. ഈ വീട്ടിൽ വളർത്തുന്ന ഡോഗ്സിനെ ഈ പറയുന്ന കൊണ്ടുപോയി വഴി കളയുന്ന തെണ്ടികൾ ഒന്ന് ഇവനെ പേരിലൊക്കെ ക്രിമിനൽ കേസ് എടുക്കണം. ഈ ഡോഗ് പേടിച്ചിട്ട് ഇതിനെ വീട്ടിൽ കടിക്കാനും പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് പഠിപ്പിച്ചേക്കുന്നത്. ഇവരാണ് ഇത് വന്നിട്ട് ഈ അക്രമം പൊട്ടിപ്പോയി. ഇവരെന്ത് ചെയ്യാൻ? എത്രയോ ഡോഗ്സിനാണ് ഈ മലയാളികൾ കൊണ്ടുപോയി വഴി കളയുന്നത്. ആരെങ്കിലും ഇതിനിടെ നടപടി എടുക്കുന്നുണ്ടോ? അങ്ങനെ അത് ചെയ്യുന്നത് ഏറ്റവും വലിയ ദ്രോഹമല്ലേ? അത് എപ്പോഴെങ്കിലും സോഷ്യൽ മീഡിയ കാണുമ്പം നമ്മൾ ആ റീല് കണ്ടിട്ട് ഇച്ചിരി വിഷമിച്ചിട്ട് കാര്യമുണ്ട്. ഞാൻ ഡോഗ് എടുക്കുമ്പം എനിക്കിപ്പോൾ ഒരു 5 ഡോഗ്സ് വന്നായിരുന്നു. അപ്പം ഞാൻ ആ ഗ്രൂപ്പിലിട്ട് ഒരുത്ത എന്നെ വിളിച്ചിട്ട് ചോദിക്കുക, അവിടെ പോകാനുള്ള വണ്ടിക്കൂലി തരാൻ പറ്റുമോ? ഞാൻ പറഞ്ഞടാ, നിനക്ക് വളർത്താനുള്ള ഇതില്ലെങ്കിൽ നോക്കണ്ട, എനിക്ക് നല്ല തന്തയും തള്ളയാ വേണ്ട, അല്ലാണ്ട് പിച്ചക്കാരനെ അല്ല. ഞാൻ പറഞ്ഞു ഓപ്പണായിട്ട് അതോടുകൂടി അതങ്ങ് തീർന്നു. നമ്മളൊരു ഡോഗിനെ വാങ്ങിക്കാൻ പോകും, നമ്മളൊരു തത്തമ്മയെ വാങ്ങിക്കാം, നമുക്ക് കഴിവില്ല, സമയമില്ല. അതങ്ങോട്ട് എടുത്ത് ചുച്ചു എന്ന് പറഞ്ഞ് 2 വളർത്തിയിട്ട് അത് ഇച്ചിരി വലുതാകുമ്പോഴത്തേക്ക് അതിനെ കൊണ്ട് പൂട്ടിയിടുക. എവിടെ കൊണ്ട് തീർക്കും ഈ ദ്രോഹവും ഈ ശാപമൊക്കെ? സത്യം പറഞ്ഞാൽ മിണ്ടാപ്രാണികളോട് ചെയ്യുന്ന അതീവ ക്രൂരതയിലൊന്നാണ്. കേരളത്തിൽ ചെയ്യേണ്ടത് ഒരു MRI സ്കാൻ. അത് ഇവിടെ കേരളത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാർ കിടക്കുന്ന സ്ഥലമാണ് കേരളം. എത്രയോ കോടീശ്വരന്മാരാണ്. അവർക്ക് ഒരു MRI സ്കാൻ ഈ ഡോഗ്സിന് വേണ്ടി ചെയ്തുകൂടി. ഒരു കമ്മിറ്റി രൂപീകരിച്ചു. അതെ, ഇതാണ് ഷെഫിന്റെ വേറൊരു സൈഡ്. ഞാൻ ഇത് എങ്ങും പറഞ്ഞിട്ടില്ല. നമുക്ക് കുറച്ചുകൂടി പേഴ്സണൽ ലൈഫിലേക്ക് വരുമ്പോൾ എല്ലാവരും കണ്ടൊരു വാർത്തയാണ്
ഷെഫ് നളൻ ജയിലിൽ കിടന്നു എന്നുള്ളത്. എന്തായിരുന്നു ആ ഒരു കഥ? അത് ദുബായ് ലൈഫിലുണ്ടായ മണ്ടത്തരങ്ങളാണ്. ആക്ച്വലി ദുബായിൽ എനിക്ക് ബിസിനസ് ഉണ്ടായിരുന്നു. അപ്പോൾ അടിസ്ഥാനപരമായി ഞാൻ നല്ലൊരു രീതിയിൽ റോക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ഷെയ്ഖന്മാരുമായിട്ടൊക്കെ ചേർന്നാണ് ഞാൻ ബിസിനസ് ചെയ്തിരുന്നത്. അപ്പം ഞാൻ ഹോട്ടൽ ബിസിനസ് അല്ല, ഞാൻ ആക്ച്വലി ഹോസ്പിറ്റാലിറ്റി ബിസിനസ്സിനകത്ത് ഡിജിറ്റൽ വേൾഡിലായിരുന്നു. LED, LCD പ്ലാസ്മ. ഞാൻ വേൾഡിലെ ലാർജസ്റ്റ് പ്ലാസ്മ വിറ്റത് ഞാനാണ് പേഴ്സണലി. അബുദാബി ടെലിവിഷനാണ് ഞാൻ വിറ്റത്, LGയുടെ ബ്രാൻഡിൽ. അപ്പോൾ ഞാൻ ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് സ്വന്തമായിട്ടൊരു പ്രസ്ഥാനം തുടങ്ങണമെന്നൊരു അത്യാഗ്രഹം തോന്നി. അത്യാഗ്രഹം അങ്ങനൊന്നും തോന്നാൻ പാടില്ലായിരുന്നു. നമ്മൾ മര്യാദയ്ക്ക് പണിയൊക്കെ എടുത്ത് രാജാവിനെ പോലെ ജീവിച്ചാൽ മതിയായിരുന്നു. പിന്നെ ഈ ജേണിയിൽ, നമ്മളെ പേർപ്പസ് ഓഫ് ജേണിയിൽ ഒരു പക്ഷേ ഇന്ന് അങ്ങനെയാണെങ്കിൽ ഷെഫ് നളൻ ഉണ്ടാവില്ല. അപ്പം എല്ലാം നല്ലതിനാണ് അല്ലേ എന്ന് ഓർത്ത് സമാധാനിക്കുക. പിന്നെ 7 മാസത്തോളം ഉള്ളപ്പോൾ ചൈനയുടെ ജീവിതം, പലരും ചൈനയ്ക്ക് പോകുമ്പോൾ വിചാരിക്കും അവിടെ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര പ്രൊട്ടക്റ്റ്. ഒന്നുമല്ല, ചൈനയിൽ ദൈവമില്ല, അതറിയാമല്ലോ. അപ്പോൾ ജയിലിൽ പോയാലും പിടിക്കപ്പെട്ടാലും ദൈവം പോലും വരത്തില്ല രക്ഷപ്പെടുത്താൻ. പിന്നെ പോകാതിരിക്കുന്നതാണ്, മനസ്സിലായില്ല. അപ്പം അടിസ്ഥാനപരമായി അവിടുത്തെ നിയമങ്ങൾക്കൊന്നും ജുഡീഷ്യറി വാല്യൂ ഇല്ല. ഇവിടെ ഭയങ്കര ജുഡീഷ്യറി വാല്യൂ. അതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ മഹാത്മ്യം. എത്ര കാലം ഇപ്പം ജയിലിൽ കിടന്നു? 7 മാസത്തോളം ഞാനുണ്ടായിരുന്നു. അതും ഒരു മുറിക്കകത്ത 10-13 എണ്ണമൊക്കെ ആയിട്ട്. അത് ഭയങ്കര നികൃഷ്ടമായ, അത് ഇന്നത്തെ എൻ്റെ ലൈഫിൻ്റെ ജീവൻ ടോൺ, ഇല്ലെങ്കിൽ എൻ്റെ ലൈഫിൻ്റെ ഏറ്റവും വലിയ ചവനപ്രകാശം എന്ന് പറയുന്നത് എൻ്റെ ആ 7 മാസത്തെ ഞാൻ അനുഭവിച്ചതാണ്. അന്ന് 7 മാസം ജയിലിൽ കിടന്നപ്പോൾ പഠിച്ച പാഠം എന്താണ് ഇപ്പോഴും ഓർക്കുന്നത്? ഉണ്ട്. ഞാൻ പറഞ്ഞേ, യു ഹാവ് ടു ഓൾവേസ് അണ്ടർസ്റ്റാൻഡ്. ആ 7 മാസം എൻ്റെ ലൈബ്രറി ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റി. ഇത് എന്തൊക്കെയാണ് എഴുതി ചേർക്കേണ്ടത്, എന്തൊക്കെയാണ് മായ്ച്ച് കളയേണ്ടത്. എന്നിട്ടും നാട്ടിൽ വന്നിട്ട് പിന്നെയും ഇറ്റ് ടുക്ക് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം. കാരണം മനുഷ്യൻ, പ്രത്യേകിച്ച് മലയാളികൾക്ക് ഉള്ളൊരു, അല്ലെങ്കിൽ മനുഷ്യനുള്ള പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ മറവികളാണല്ലോ. 7 മാസത്തോളം അനുഭവിക്കുക എന്ന് പറയുന്നതും അതൊരു മുറിക്കകത്ത് 13 പേരുമായിട്ട് അതിന് പുറത്തു പോലും വിടത്തില്ല. കാരണം നമ്മൾ ഡീറ്റെയിൻഡ് ആകുമ്പോൾ പ്രശ്നം, നമുക്ക് വിധിയൊന്നുമില്ല. പിന്നെ അവിടുത്തെ പോലീസിന് എന്നെ ഇത് പൊതിക്കാത്ത തേങ്ങ കണക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. 3 രാജ്യങ്ങളാണ് ഇടപെട്ടിരിക്കുന്നത്. അതിൽ സുഷമ സ്വരാജും ഇന്ത്യൻ ഗവൺമെൻറ്റും ഒക്കെ ചേർന്നിട്ട് തന്നെയാണ് എന്നെ നാട്ടിൽ കൊണ്ടുവന്നത്. അപ്പം അതിനകത്ത് സഹായിച്ച വ്യക്തിത്വങ്ങളുണ്ട്, പറയാതിരിക്കാൻ. പക്ഷേ അതിനൊക്കെ ഞാൻ വലിയ വില കൊടുക്കേണ്ടി വന്നു. ഇപ്പം ഒരു കാര്യം, മോൾക്കിപ്പം കാല് വയ്യ ഫോർ എക്സാമ്പിൾ, ഞാനിപ്പം കാല് പിടിച്ചു തരുന്നു, ഇല്ലെങ്കിൽ കാല് കുറച്ച് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു തരുന്നിട്ട് നാളെ ഒരു ലിസ്റ്റ് കണക്കും വെച്ചുകൊണ്ട് പിറകെ നടക്കുമ്പോൾ ആലോചിക്കുക, കാല് കോപ്പങ്ങ് മുറിച്ച് കളഞ്ഞാൽ മതിയായിരുന്നു. ആവശ്യത്തിന് വേണ്ടി സഹായിക്കുന്ന അതൊന്നുമല്ല. നമുക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായി, മോളുടെ ഒരു അവസ്ഥയിൽ ഞാൻ സഹായിച്ചാൽ ഞാനത് വിളിച്ചു പറയാൻ പാടില്ല. പിന്നെ അതൊരു ലൈബിലിറ്റി ആയി മാറി എനിക്ക്. ഞാൻ പറഞ്ഞത് എനിക്കൊരു ഭയങ്കര, അതിനും ഭേദം ഞാൻ ഒരു ബാക്കി കൊല്ലം കൂടെ കിടന്നിട്ട് ഇറങ്ങി വന്നിരുന്നെങ്കിൽ എൻ്റെ ശിക്ഷയും തീർന്ന് പ്രശ്നങ്ങളും തീർന്ന് ഞാൻ ഇനി വന്നേനെ. ഇത് നമ്മളെ എണി വെച്ച് തന്നെ പിടിക്കുന്ന അവസ്ഥയാണ്. കാരണം അപ്പോൾ ഞാൻ പിന്നെ പറഞ്ഞ കണക്ക്, അപ്പം മോളുടെ കൈ വയ്യ, അപ്പം ഞാൻ വാരിത്തരാണ് ഭക്ഷണം. അപ്പോൾ കൈയൊക്കെ ശരിയായി, മോള് ബിസിയായി, മോളുടെ കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് പിന്നെ ഞാൻ വാരിത്തന്നോണ്ടാ എന്നാൽ ഇല്ലേ ചത്തുപോയേനെ. ഇത് തന്നെ കേട്ട് 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 അങ്ങ് ഭ്രാന്താവും. അപ്പോൾ വിചാരിക്കും കോപ്പ് കൈ അങ്ങ് മുറിച്ച് കളഞ്ഞാൽ മതിയായിരുന്നു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സഹായത്തിൻ്റെ അവസ്ഥ. കാരണം ഒരു സഹായം ചോദിക്കുമ്പം കഴിവതും സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന് ചോദിക്കുക, മനസ്സിലാവുന്നുണ്ടോ? അത് മാത്രമല്ല, മോളിപ്പം ഈ ഹേറ്റേഴ്സ് ആൻഡ് ലവേഴ്സ് എന്ന് പറയുമ്പം മോളുടെ ഒരു ചാനലിനകത്ത് നടന്ന പ്രോഗ്രാംസ് എടുത്ത് നോക്കണം. നമ്മൾ സ്നേഹിക്കുന്നത് ഏറ്റവും കൂടുതൽ സ്ട്രേഞ്ചേഴ്സാണ്. നമ്മളെ ഹേറ്റേഴ്സ് എപ്പോഴും നമ്മളെ ബക്കറ്റിനകത്തുള്ളവന്മാരായിരിക്കും, ഇല്ല ഉണ്ടായിരുന്നവന്മാരായിരിക്കും. അല്ലാണ്ട് സ്ട്രേഞ്ചേഴ്സാണ്. ഇപ്പം ഞാൻ എപ്പോഴും എൻ്റെ പിള്ളേർക്ക് പറയുന്നൊരു കാര്യമാണ്, യോ ഫ്രണ്ട്സ് വിൽ ഹെൽപ്പ് യു ടു ഗ്രോ, ബട്ട് യുവർ എനിമീസ് വിൽ എൻഷുർ യുവർ ഗ്രോത്ത്. എന്നെ വളർത്തിയത് എൻ്റെ സുഹൃത്തുക്കളല്ല, എന്നെ ഞാനാക്കിയത് എൻ്റെ ശത്രുക്കളാണ്.